പേർഷ്യൻ കടലിൽ അതിശക്തമായ സൈനികാഭ്യാസം പ്രഖ്യാപിച്ച ഇറാന് ഇപ്പോൾ അമേരിക്ക വ്യക്തമായ ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നമുക്ക് കാണാം, US സെൻകോമാണ് ഇങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. സെൻകോമിന്റെ തന്നെ പേജിൽ നിന്നാണ് ഇത് നമുക്ക് വായിക്കാൻ സാധിക്കും. US സെൻട്രൽ കമാൻഡ് അറബി ഭാഷയിലുള്ള ഒരു പേജിൽ നിന്ന് ട്വീറ്റാണ് നമ്മൾ ഇവിടെ തുറന്നു വെച്ചിട്ടുള്ളത്. ഇതിൽ കാണാം, അൽ ഖിയാദ അൽ മർകസിയ അൽ അംരീകിയ തഹത്തുൽ ഹർസ് അസ്സൗരി അൽ ഇറാനി അലാ തജന്നുബി സുലൂകി തസ്ഈദി ഫിൽ ഖലീജ്. ഗൾഫിൽ ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ഇറാന്റെ റിപ്പബ്ലിക് ഗാർഡ് ശ്രമിക്കണമെന്നാണ് ഇപ്പോൾ അമേരിക്ക ആവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഏറ്റുമുട്ടലിന്റെ കാരണക്കാർ ആരാണ് എന്നത് മറ്റൊരു വിഷയം. എന്തായിരുന്നാലും ഇറാൻ ഇവിടെ പ്രഖ്യാപിച്ചത് സാധാരണ ഒരു സൈനികാഭ്യാസമല്ല. അവർ പറഞ്ഞിരിക്കുന്നത് ബിദ്ദഖീർ അൽ ഹയ്യ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഡ്യൂപ്ലിക്കേറ്റുകളോ അല്ലെങ്കിൽ വെടിമരുന്നുകൾ ഇല്ലാത്ത ആയുധങ്ങളോ അല്ല, കൃത്യമായി യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഒറിജിനൽ ആയുധങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സൈനികാഭ്യാസം നടത്താൻ പോകുന്നത് എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത് അമേരിക്കയുടെ കപ്പൽ വ്യൂഹങ്ങൾക്കും അവരുടെ നാവിക സേനയ്ക്കും വലിയൊരു ഭീഷണി നേരിടുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സൈനികാഭ്യാസം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാവിക സംവിധാനങ്ങളെല്ലാം വിന്യസിക്കാനുള്ള ഒരു അവസരമായി അവർക്ക് ഇത് കാണാവുന്നതാണ്. കാരണം കടലിൽ പെട്ടെന്ന് ഇത് വിന്യസിക്കുക എന്നത് അപ്പുറത്ത് ഇന്റർനാഷണൽ കടലിൽ അല്ലെങ്കിൽ ഇറാനോട് ചേർന്നൊരു ഭാഗത്ത് അമേരിക്കയുടെ സൈന്യം നിലനിൽക്കുമ്പോൾ വിന്യസിക്കുന്നത് വലിയ രൂപത്തിലുള്ള പ്രയാസം സൃഷ്ടിക്കുമെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ അതെല്ലാം പെട്ടെന്ന് ഈ അഭ്യാസത്തിന്റെ പേരിൽ വിന്യസിക്കാൻ ഇറാന് സാധിക്കുമെന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ സൈനിക അഭ്യാസത്തിൽ ഇറാൻ അമേരിക്കയുടെ നാവികസേനയെ ലക്ഷ്യമിടുമോ എന്ന ഒരു ആശങ്കയുണ്ട്. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് അമേരിക്ക ഇവിടെ കാണുന്നത്. അതല്ല എങ്കിൽ ലോകത്തെ 20% വരുന്ന എണ്ണ കപ്പലുകൾ കടന്നു പോകുന്ന ഈ മലീക് ഹുർമസ് എന്ന് പറഞ്ഞാൽ ഹർമസ് സ്ട്രൈറ്റ്, അവിടെ ഇറാൻ ഏതെങ്കിലും രൂപത്തിൽ ഉപരോധം ഏർപ്പെടുത്തിയാൽ കപ്പലുകളുടെ സുഗമമായ നീക്കുപോക്കുകൾക്ക് അത് വലിയ പ്രയാസം സൃഷ്ടിക്കും. അങ്ങനെ ഈ മലീക് ഹുർമസ് കടലിടുക്ക് അടക്കാൻ ഇറാൻ ഇതിലൂടെ ശ്രമിക്കുമോ എന്ന മറ്റൊരു ആശങ്കയും അമേരിക്കക്കുണ്ട്. അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഖത്തർ, അതുപോലെ കുവൈത്ത്, ബഹ്റൈൻ, അതോടൊപ്പം തന്നെ UAE തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നൊന്നുമുള്ള എണ്ണകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഇത് യൂറോപ്പിനും അമേരിക്കക്കും ഒക്കെ സാമ്പത്തികമായ പ്രതിസന്ധി സൃഷ്ടിക്കും. എന്നാൽ അത്തരം ഒരു നീക്കം ഇറാൻ നടത്തുമോ എന്നത് അമേരിക്കക്ക് മുന്നിൽ വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ പറയുന്നു, തഹത്തുൽ ഖിയാദത്തുൽ മർകസിയ്യത്തുൽ അംരീകിയ സെൻകോം അൽ ഹർസ് അസ്സൗരി അലാ ഇജ്റാഇൽ മുനാവറാത്ത് അൽ ബഹ്രിയ ബിത്വരീഖത്തിൻ ആമിന. ഇറാന്റെ റിപ്പബ്ലിക് ഗാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു സൈനികാഭ്യാസം സമാധാനപരമായിരിക്കണം. മാത്രമല്ല അന്താരാഷ്ട്ര സമുദ്ര നാവിഗേഷന്റെ സുഗമമായ സ്വതന്ത്രപരമായ നീക്കുപോക്കുകൾക്ക് ഏതെങ്കിലും രൂപത്തിൽ പ്രശ്നം സൃഷ്ടിക്കാൻ പാടില്ല. ചില നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതോടൊപ്പം അമേരിക്ക പറയുന്നു, സതൽമനുൽ ഖിയാദത്തുൽ മർകസിയ്യത്തുൽ അംരീകിയ സലാമത അഫ്രാദിഹ വസുഫ്നിഹ വതഇറാത്തിഹൽ ആമില ഫി ശർഖിൽ ഔസത്ത്. മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ വിമാനങ്ങളോ അല്ലെങ്കിൽ കപ്പലുകളോ അല്ലെങ്കിൽ വ്യക്തികൾ, സൈനികർ, അവരുടെ പൂർണ്ണമായ സുരക്ഷ അത് ഞങ്ങൾ ഉറപ്പുവരുത്തും. ഇറാന്റെ ഭാഗത്തുണ്ടാകുന്ന സുരക്ഷിതമല്ലാത്ത ഏതൊരു നീക്കങ്ങളെയും ഞങ്ങൾ ഒരിക്കലും വെച്ചു പുറപ്പിക്കുകയില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ശക്തമായ രൂപത്തിൽ ഞങ്ങൾ നേരിടുമെന്ന ഒരു നിർദ്ദേശമാണ് അമേരിക്ക ഇപ്പോൾ നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു ഇറാന്റെ ഈ പ്രഖ്യാപനവും ഈ സൈനിക അഭ്യാസവും വലിയ ആശങ്കയോടെയാണ് അമേരിക്ക കാണുന്നത്. ഇത് അമേരിക്കയുടെ സൈനിക നടപടിക്ക് ഒരു വലിയ രൂപത്തിലുള്ള വെല്ലുവിളിയായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. എന്നാൽ ഇതോടൊപ്പം ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകൂടെ ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നു എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിൽ ആശങ്കയുണ്ടാക്കുന്നു. അമേരിക്കയുടെ എല്ലാ രഹസ്യങ്ങളും ചോർത്തിക്കളയാൻ പറ്റിയ കപ്പലുകൾ ചൈന ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്നതും വലിയ രൂപത്തിലുള്ള പ്രശ്നമുണ്ടാക്കുന്ന കാര്യമാണ്. എന്തായിരുന്നാലും വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഈ കപ്പൽ വ്യൂഹങ്ങൾക്ക് മുന്നിൽ ഇറാൻ നടത്തിയിട്ടുള്ളത് എന്നതിൽ സംശയമില്ല. ഇതിന് റഷ്യയുടെയും ചൈനയുടെയും ശക്തമായ സപ്പോർട്ട് ഉണ്ടായി എന്നതും ഇവിടെ എടുത്തു പറയുന്ന കാര്യമാണ്.